ജി വിഷ്ണു, നിങ്ങളുടെ അധികാരത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം അരവിന്ദ് കെജ്രിവാളിനെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിച്ചു എന്നത് ഇനി വീണ്ടും പറയേണ്ടതില്ല. അതിനൊക്കെ ഇപ്പോൾ ഫലം കിട്ടി അല്ലേ? 2013-ലും 2020-ലും ഞങ്ങൾക്ക് ഡൽഹിയിൽ പരാജയമുണ്ടായി. ആ പരാജയമുണ്ടായപ്പോൾ പോലും ഞങ്ങൾക്ക് 32-38% വോട്ടുകൾ ഡൽഹിയിൽ നേടാൻ കഴിഞ്ഞു. പക്ഷേ ആ പരാജയത്തിൽ നിന്ന് പപ്പായയിലേക്കോ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്കോ ഒളിച്ചോടാനല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ ആ പരാജയത്തെ പഠിക്കുകയും ഞങ്ങൾക്ക് എവിടെയാണോ തിരുത്തൽ വരുത്തേണ്ടത് ആ തിരുത്തലുകളൊക്കെ വരുത്തിക്കൊണ്ട് ജനകീയമാണെന്നും ഞങ്ങൾ അഴിമതിരഹിതമാണെന്നും പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി സർക്കാരിനെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് അവരുടെ അഴിമതിക്കെതിരായ ശക്തമായ ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ പ്രചരിപ്പിച്ചു. കാരണം ഒരു പൊയ്മുഖം മാത്രമാണ് AAP. അതിനൊരു പ്രത്യയശാസ്ത്രമോ രാഷ്ട്രീയവുമായ അടിത്തറയൊന്നുമില്ല. അധികാരം കണ്ട് കൂടിയ ഒരു വലിയ ആൾക്കൂട്ടം അത് അഴിമതിക്കെതിരെ വലിയ ശബ്ദമുയർത്തിക്കൊണ്ടുവന്നു. രാജ്യത്ത് പിന്നീട് അവർ വലിയ അഴിമതിക്കാരുടെ ഒരു കൂട്ടമായി മാറി. അതിനെതിരായ ശക്തമായ ജനവിധിയിലൂടെ തന്നെയാണ് ഇന്ന് ആം ആദ്മി സർക്കാർ നീണ്ട വലിയ ഇടവേളയ്ക്ക് ശേഷം അരവിന്ദ് കെജ്രിവാളിനെതിരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു? അല്ല, കോടതിയിൽ നടപടികൾ പൂർത്തിയായിട്ടില്ലല്ലോ. എന്തിനാ മനീഷ് സിസോദിയെ ജയിലിലടച്ചത്, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചത്? അപ്പോൾ ഈ മദ്യക്കേസുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നടന്നപ്പോൾ കോടതിയാണല്ലോ അദ്ദേഹത്തിന് ജാമ്യം പലതവണ നിഷേധിച്ചത്. ജാമ്യം നൽകുക എത്ര നാളുകൾ കഴിഞ്ഞിട്ട്? അപ്പോൾ കോടതിക്ക് പോലും കൃത്യമായി പല കാര്യങ്ങളിലും അവിടെ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അടക്കം വലിയ പരാജയം ഡൽഹിയിലെ ജനങ്ങൾ നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഘട്ടത്തിൽ കേസ് പൂർത്തിയാകാതെ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ പറഞ്ഞ ഉത്തരമല്ലല്ലോ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞത്. നിങ്ങൾ കേസ് പൂർത്തിയാകട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. അതിപ്പോൾ കെജ്രിവാൾ തോൽക്കുന്നത് വരെ എത്തി. അതെ, സംശയം എന്താണ്? ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളുമായി സംസാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ വിജയം തന്നത്. കാരണം AAP എന്ന് പറയുന്ന അഴിമതിക്കാരുടെ ഒരു വലിയ സഖ്യത്തെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തുറന്നു കാണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. ഞങ്ങൾ കൃത്യമായി സംഘടനാ പ്രവർത്തനം നൽകി. ഞങ്ങൾ ഡൽഹിയിൽ വോട്ടില്ലാത്ത പാർട്ടിയൊന്നുമല്ല. CPM-നെ പോലെ അവിടെ സമരം നടത്തുകയും എന്നാൽ വോട്ടെണ്ണപ്പോൾ വട്ടപൂജ്യം കാണിക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് കൃത്യമായി അടിത്തറയുണ്ട്, ഞങ്ങൾക്ക് പ്രവർത്തകരുണ്ട്. നിങ്ങൾക്ക് കൃത്യമായി കഴിഞ്ഞ തവണ എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു എന്നുള്ളത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു. ഞങ്ങൾക്ക് ആ വോട്ട് കൂടിയതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ വോട്ട് കൂടി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് നേരത്തെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയത്. അനിൽകുമാറിന് എന്തും പറയാം. കാരണം അതെന്ന് വെച്ചാൽ അവിടെ അല്ല പറയട്ടെ, കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസ് അവിടെ മത്സരിക്കാനെങ്കിലും ഉണ്ടായിരുന്നല്ലോ. അവിടെ CPM എന്തുണ്ടായിരുന്നു? CPM-ന് ആകെ എനിക്ക് തോന്നുന്നു 3-4 ഇടത്ത് മത്സരിച്ചിട്ട് 396 വോട്ടാണ്. 4 ഇടത്ത് പോലും മത്സരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പാർട്ടി ഇതിലൊരിക്കൽ പോലും ഉത്തരം പറയാം. കാര്യം അവർ മത്സരിച്ചിട്ട് പോലുമില്ല. അവരുടെ രാഷ്ട്രീയം അതായിരുന്നു. അവർ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ രാഷ്ട്രീയമാണ്. അല്ലെ, അതെന്ത് രാഷ്ട്രീയമാണ്? കാരണം അവർക്ക് വലിയ ശക്തി കേന്ദ്രമെന്നും അവർക്ക് വലിയ സ്വാധീനമുണ്ടെന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഡൽഹിയിലേക്ക് വലിയ സമരങ്ങൾ ചെയ്യുകയോ ഡൽഹിയെ നയിക്കുന്നതും ഒക്കെ ഞങ്ങളാണെന്നും ഒക്കെ വാദോരാതെ പറയുന്ന പാർട്ടിക്ക് അവിടെ എന്ത് കിട്ടി എന്ന് ചോദിക്കും. ഞാൻ എത്ര സീറ്റ് ജയിച്ചു എന്ന് ചോദിച്ചില്ല, എത്ര സീറ്റിൽ മത്സരിച്ചു എന്ന് മാത്രമേ ഞാൻ CPM-ന്റെ അവർ അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വിജയം കരസ്ഥമാക്കാമായിരുന്നു. ഞങ്ങളുടെ കാര്യമല്ല, അവർക്ക് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് അവരെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അല്ല, CPM ഒറ്റയ്ക്ക് മത്സരിച്ചാലും അവർ ആരോടൊക്കെ സഖ്യം ചേർന്ന് മത്സരിക്കുക എന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ BJP വിരുദ്ധരായ മാധ്യമങ്ങൾ, അർബൻ നക്സലറ്റുകൾ, ഭീകരവാദ നിലപാടുകൾ എടുക്കുന്നവരെല്ലാം അതിശക്തമായി ഡൽഹിയിലെ ജനം പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഡൽഹിയിൽ എത്തിച്ചേർന്നെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നരേന്ദ്രമോദി സർക്കാരിന് ഡൽഹിയിൽ നിന്ന് വലിയ അംഗീകാരവും കിട്ടി. ഈ രാജ്യത്തിനെതിരായി വിലപിക്കുന്ന, ഈ രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കും വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്.